ഒരു നിമിഷത്തെ എടുത്തുചാട്ടം ഒരു ടീനേജുകാരി പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ വലിയൊരു പ്രശ്നവും തുടർന്നുണ്ടായ സംഭവങ്ങളും വളരെ രസകരമായി പറഞ്ഞ 2007 റിലീസായ ജൂനോ എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് 16 വയസ്സുകാരിയായ ജൂനോ എന്ന ടീനേജ് പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാനായുള്ള കിറ്റും വാങ്ങി വരുന്ന ജൂനോ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. മുന്നേ 2 വട്ടം ടെസ്റ്റ് ചെയ്തപ്പോഴും കാണിച്ചതുപോലെ തന്നെ ഈ 3ാമത്തെ വട്ടവും റിസൾട്ട് പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. ഉറപ്പിച്ചു അവൾ പ്രഗ്നന്റ് ആണെന്ന്. ടെൻഷൻ കയറിയ അവൾ ഉടനെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലീയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ലീയോട് വെളിപ്പെടുത്തുന്നുണ്ട്. അത് പോളി എന്ന മറ്റൊരു ടീനേജുകാരനാണ്. ഇത് കേൾക്കുന്ന ലീ ആദ്യം അത് വിശ്വസിക്കുന്നില്ല. ചുമ്മാ തമാശ പറയാതെ എന്നെല്ലാം ജൂനോയോട് ലീ പറയുമ്പോഴാണ് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നത്. ഇനി എന്ത് ചെയ്യും, അവനോട് നീ പറഞ്ഞു എന്നെല്ലാം ലീ തിരക്കുന്ന സമയം ജൂനോ ഇല്ല പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് നേരെ പോളിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നു. പോളി ഇത് കേട്ട് ആദ്യം ടെൻഷൻ ആകുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ ഈ കുഞ്ഞിനെ വളർത്താൻ പോകുന്നില്ല, ഉപേക്ഷിക്കാനാണ് തീരുമാനമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് പോളിക്ക് സമാധാനമാകുന്നത്. അങ്ങനെ പിന്നീട് ജൂനോ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഇത് ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇവളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ജൂനോ അമ്മ ഉപേക്ഷിച്ചു പോയതിനു ശേഷം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും കൂടെയാണ് താമസമെന്ന് അവളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് അവൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി ഒരു പെൺകുട്ടി ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ കൊല്ലുന്നത് തെറ്റാണെന്ന രീതിയിലുള്ള ചില ഫ്ലെക്സും കാര്യങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഇവൾ ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. ആശുപത്രിയിൽ ചെന്നിരിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ഇവളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതും ഇവൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഫോം ഫില്ല് ചെയ്യാനായിരിക്കുമ്പോൾ അവിടെ വളരെ ആഗ്രഹത്തോടെ കുഞ്ഞിനെ കാണുന്ന ആ ഒരു സന്തോഷത്തോടെ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയും വളർച്ചയും പറ്റിയൊക്കെ ഡോക്ടർ പറയുന്നത് അറിയാനായി ചെക്കപ്പിന് വന്നിരിക്കുന്ന മറ്റു ഗർഭിണിയായ സ്ത്രീകളെ കാണുമ്പോൾ ഇവൾക്ക് എന്തോ വലിയ ടെൻഷൻ കയറുന്നു. കുഞ്ഞിനെ കളയാനുള്ള അവളുടെ തീരുമാനം തെറ്റാണോ എന്ന തോന്നൽ അവൾക്കുണ്ടാകുന്നു. അങ്ങനെ അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോകുന്നത് ലീയെ കാണാനായിട്ടാണ്. കുഞ്ഞിനെ കളയുക എന്ന തീരുമാനം താൻ ഉപേക്ഷിച്ചു എന്നും കുഞ്ഞിനെ പ്രസവിച്ച് ആർക്കെങ്കിലും ദത്ത് കൊടുക്കാമെന്നാണ് കരുതുന്നതെന്നും പറയുന്നു. ഈ ഒരു കാര്യം മൂലം ഈ ഒരു തീരുമാനം ഒരുപാട് പ്രശ്നങ്ങൾ ഇവൾക്ക് ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് അവൾ പറയുമ്പോൾ ലീയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ പിന്നീട് പത്രത്തിൽ ദത്തെടുക്കൽ സംബന്ധമായ എന്തെങ്കിലും ആഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് ക്ലാസിഫൈഡ്സിൽ പരിശോധിക്കുകയാണ്. ഒരുപാട് പരസ്യങ്ങൾ കുട്ടികളെ വേണമെന്ന് പറഞ്ഞ ദമ്പതിമാർ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ജൂനോയ്ക്ക് പിടിക്കുന്നില്ല. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ദമ്പതികൾക്ക് താൻ തന്റെ കുഞ്ഞിനെ ദത്ത് നൽകുമെന്ന് ജൂനോ പറയുന്നു. അങ്ങനെ ഒടുക്കം ഒരുപാട് തപ്പിത്തിരക്കി ജൂനോയുടെ ഡിമാൻഡിന് അനുയോജ്യമായ പത്രപരസ്യം കണ്ടെത്തുന്നു. അത് മാർക്ക് ഫെർണ ദമ്പതികളുടെ പരസ്യമായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പോളിയാണ്. അവൻ അവന്റെ വീട്ടിൽ ഇവരുടെ സ്കൂളിലെ ഇയർ ബുക്കിൽ നിന്ന് ജൂനോയുടെ ഫോട്ടോയിൽ നോക്കി റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എത്തി ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. പക്ഷെ പോളി ചെല്ലുന്നില്ല. അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കാണുമ്പോഴാണ് അമ്മ ജൂനോയെ പറ്റി ഓർക്കുന്നത്. ഇന്ന് നീ ക്ലാസ്സിൽ ചെന്നില്ലല്ലോ എന്ന് തിരക്കി ജൂനോ വിളിച്ചിരുന്നു എന്ന് പറയുന്ന അമ്മ അവൾ ആളത്ര ശരിയല്ല, അതുകൊണ്ട് അവളോട് വലിയ കൂട്ടൊന്നും വേണ്ട എന്ന് മകന് താക്കീത് ചെയ്യുന്നുണ്ട്. നടന്ന കാര്യങ്ങൾ പാവം അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. ഇതേ ടൈം ജൂനോ ലീയുടെ കൂടെ എങ്ങനെ ഇത് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പ്ലാൻ ചെയ്യാൻ ധൈര്യമില്ലെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് ധൈര്യം സംഭരിച്ച് അച്ഛനെയും അമ്മയും വിളിച്ചിരുത്തുന്നുണ്ടെങ്കിലും ആദ്യം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാൻ സാധിക്കുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇവളെ ഇനി സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ അതോ ഇനി ലഹരി മരുന്ന് ഉപയോഗം വല്ലതും തുടങ്ങിയോ എന്നൊക്കെയാണ് അച്ഛനും രണ്ടാനമ്മയ്ക്കും ഇവളുടെ ഈ പരങ്ങല് കാണുമ്പോൾ സംശയം തോന്നുന്നത്. എന്തായാലും ഒടുക്കം അവള് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ജൂനോ താൻ ഈ കുഞ്ഞിനെ ദത്ത് നൽകാൻ പോവുകയാണ്, അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തിയെന്നും അറിയിക്കുന്നു. അത് കേട്ട് അച്ഛനും അമ്മയും ഷോക്ക് ആവുകയാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നില്ല. അമ്മ അവളോട് നിന്റെ ആരോഗ്യമെല്ലാം ശ്രദ്ധിക്കണം, മരുന്നും വിറ്റാമിൻസും കറക്റ്റായി കഴിക്കണമെന്ന് പറയുന്നു. അച്ഛനാണെങ്കിൽ ആ ദത്തെടുക്കാനായി സമീപിക്കുന്ന ദമ്പതിമാരെ കാണാനായി കൂടെ വരാമെന്നും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ അച്ഛന്റെ കൂടെ അവരെ കാണാനായി പോകുകയാണ്. ആ ദമ്പതികളാകട്ടെ അവരുടെ അഡ്വക്കേറ്റിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ദത്തെടുപ്പ് സംബന്ധമായ ബാക്കി പ്രൊസീജിയേഴ്സിനെ പറ്റി സംസാരിക്കാനായി. ഒരു ഓപ്പൺ അഡോപ്ഷന് തങ്ങൾ തയ്യാറാണ്. കുട്ടിയുടെ ഫോട്ടോസും വളർച്ചയുടെ ഓരോ അപ്ഡേറ്റ്സും പ്രസവശേഷവും ജൂനോയുമായി ഷെയർ ചെയ്യാമെന്ന് ആ ദമ്പതിമാര് പറയുമ്പോൾ തനിക്ക് അത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല എന്ന് ജൂനോ പറയുന്നു. കുട്ടിയിൽ നിന്ന് മാറി നിൽക്കാനാണ് തനിക്ക് താല്പര്യം. കുട്ടിയുമായി യാതൊരു കോണ്ടാക്റ്റും തനിക്ക് വേണ്ട എന്ന് ജൂനോ പറയുമ്പോൾ ജൂനോയുടെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും തങ്ങൾ ഏൽക്കാമെന്നും ഇനി എക്സ്ട്രാ ക്യാഷ് വേണമെങ്കിൽ അത് തരാമെന്നും ഈ ദമ്പതിമാർ പറയുമ്പോൾ എനിക്ക് കാശേ വേണ്ട, നിങ്ങൾ ആ കുട്ടിക്ക് നല്ല അച്ഛനും അമ്മയും ആയാൽ മാത്രം മതിയെന്നാണ് ജൂനോ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ അല്പനേരം സംസാരിച്ചു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോകണമെന്ന് ജൂനോ പറയുന്നു. അങ്ങനെ ജൂനോ വാഷ്റൂമിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞും വെളിയിൽ വരാത്തപ്പോൾ ഫെർണ മാക്സിനെ ജൂനോയെ നോക്കാനായി പറഞ്ഞു വിടുന്നു.
അങ്ങനെ മാക്സ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ജൂനോ എന്താ എന്നെ സംശയിച്ച് ഞാൻ എന്തെടുക്കുകയാണെന്ന് നോക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഒത്തിരി നേരമായില്ലേ നീ പോയിട്ട്, അതുകൊണ്ട് വന്ന് നോക്കിയതാണെന്ന് പറഞ്ഞ് അവരവിടെ ഇരുന്ന് അങ്ങ് സംസാരിക്കുകയാണ്. ജൂനോയ്ക്കും മാക്സിനും മ്യൂസിക് ഒരു കോമൺ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഫെർണയും ജൂനോയുടെ അച്ഛനും ഇവരുടെ വക്കീലും ഇരുന്ന് സംസാരിക്കുമ്പോൾ മുകളിൽ നിന്ന് പാട്ട് കേൾക്കുന്നു. ഉടനെ ഫെർണ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും ഗിറ്റാർ വായിക്കുന്നതാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ഫെർണ അവരെ താഴേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സ്കൂളിൽ വെച്ച് ജൂനോയെ കാണുന്ന പോളി അവളെ ഒരു സിനിമയ്ക്ക് പോകാനായി വിളിക്കുന്നു. പക്ഷെ അവൾ അന്ന് തനിക്ക് ഡോക്ടറിന്റെ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ ക്ഷണം നിരസിക്കുകയാണ്. അവൾ പിന്നീട് രണ്ടാനമ്മയുടെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെയും കൂടെ ഡോക്ടറിനെ കാണാനായി ചെല്ലുന്നു. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ സ്ക്രീനിൽ ഡോക്ടർ അവളുടെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കാണിക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ അത് കാഷ്വലായി കണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചിട്ടില്ലാത്ത രണ്ടാനമ്മയ്ക്ക് അത് കാണുമ്പോൾ വല്ലാതെ ഇമോഷണൽ ആകുന്നു. എന്തായാലും തന്റെ ചെക്കപ്പിന്റെ അപ്ഡേറ്റ്സ് ആ ദമ്പതിമാർക്ക് കൊടുക്കാനായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ജൂനോ അവിടെ ഫെർണയില്ല, മാക്സ് മാത്രമാണുള്ളതെന്ന് കാണുന്നു. അങ്ങനെ അവൾ മാക്സിനോട് അവളുടെ സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ കാണിക്കുന്നു. പിന്നീട് അവരിരുന്ന് സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഏറ്റവും മികച്ച ഹൊറർ ചിത്രം ഏതാണെന്ന കാര്യത്തിൽ രണ്ടുപേർക്കും ഇടയിൽ തർക്കമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒടുക്കം രണ്ടുപേരും ഒരു സിനിമ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഫെർണ വരുന്നത്. ഫെർണയ്ക്ക് ഇവരെ രണ്ടുപേരും ഇങ്ങനെ കണ്ടത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും വന്ന കാര്യം ചെക്കപ്പിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഫെർണയെ റിസൾട്ട് ഒക്കെ കാണിച്ച് ജൂനോ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന് രണ്ടാനമ്മ തിരക്കുന്നു. ഞാനിങ്ങനെ ഈ കാര്യങ്ങൾക്ക് പോയതാണെന്ന് ജൂനോ പറയുമ്പോൾ കല്യാണം കഴിച്ച ഒരാളാണ് മാക്സ്, അയാളുടെ അടുത്ത് കൂടുതൽ സഹകരണത്തിന് പോകരുതെന്ന് അമ്മ ക്ലിയർ ആയി അവൾക്ക് താക്കീത് കൊടുക്കുകയാണ്. അവൾക്ക് ഈ ഉപദേശം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ദേഷ്യപ്പെട്ട് നേരെ പോളിയെ കാണാനായി ചെല്ലുന്നു. പോളി ഇവളുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് നിനക്ക് ഈ ദത്ത് കൊടുപ്പ് മാറ്റി നമുക്ക് ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചൂടെ എന്ന് തിരക്കുമ്പോൾ അവൾ അതിന് താല്പര്യമില്ലെന്ന് അറിയിക്കുകയാണ്. നീ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യാൻ നോക്ക്, അതാ നിനക്ക് നല്ലത് എന്ന് പറയുന്ന അവൾ ഒരു പെൺകുട്ടിയെ സജസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഒരിക്കലും ഞാൻ അവളെ ഡേറ്റ് ചെയ്യില്ല എന്ന് പോളി അവളോടപ്പോൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ മാക്സിനെയും ഫെർണയും കാണുമ്പോൾ കുഞ്ഞിന് വേണ്ടിയുള്ള മുറിയൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. മുറിയിൽ എവിടെ ഓരോ ഫർണിച്ചറുകൾ വെക്കണം, ഭിത്തിയിൽ ഏത് പെയിന്റ് അടിക്കണം എന്ന കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം തന്നെ കുഞ്ഞിന്റെ കൂടെ എടുക്കുന്ന ഫസ്റ്റ് ഫോട്ടോയെ ഈ ചുവരിൽ തൂക്കണമെന്നും അവർ പ്ലാൻ ഇടുകയാണ്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ മാക്സിനേക്കാൾ ഏറെ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഫെർണയാണ്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ലീയുടെ കൂടെ ജൂനോ മാളിൽ കറങ്ങി നടക്കുമ്പോൾ അവിടെ പ്ലേ ഏരിയയിൽ കുറച്ച് റാൻഡം കുട്ടികളുടെ കൂടെ ഫെർണ കളിക്കുന്നത് കാണുന്നു. ഫെർണയ്ക്ക് കുട്ടികളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ജൂനോ മനസ്സിലാക്കുകയാണ്. അവിടെ വെച്ച് ജൂനോയെ കാണുന്ന ഫെർണ വയറ്റിലെ കുഞ്ഞിന്റെ അനക്കം ഒന്ന് തന്നെ അറിയിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ജൂനോയുടെ അനുവാദത്തോടെ ഫെർണ വയറ്റിൽ തൊടുമ്പോൾ കുഞ്ഞിന്റെ ചവിട്ടൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫെർണ ഇന്ന് വരെ ആ ഒരു ഇമോഷൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അവൾ വളരെയധികം ഇമോഷണൽ ആകുന്നു. അങ്ങനെ പിന്നീട് സ്കൂളിൽ വെച്ച് മാക്സിനോട് ഫോണിലൂടെ ജൂനോ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. പലപ്പോഴും ഫോണിലൂടെ നേരിട്ട് സംസാരിച്ച് ഇവരിപ്പോൾ വളരെയധികം കൂട്ടാണ്. ആ സമയത്താണ് അവിടേക്ക് പോളി എത്തുന്നത്. പോളി മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റിന് പോകുന്ന കാര്യം പറയുമ്പോൾ ജൂനോയ്ക്ക് അത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ ദേഷ്യം വരുന്നു. പക്ഷെ നീ എന്നോട് ദേഷ്യപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവളാണ്, നിന്നെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ലല്ലോ എന്ന് അവളോട് തിരിച്ച് ദേഷ്യപ്പെട്ട് പോളിയും പോകുമ്പോൾ ആകെപ്പാടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ജൂനോ മാക്സിനെ കാണാനായി ചെല്ലുന്നു. അവിടെ വെച്ച് മാക്സ് അവൾക്ക് ഒരു പ്രഗ്നന്റ് സൂപ്പർ ഹീറോയുടെ കോമിക് ബുക്ക് കാണിച്ചിട്ട് ഇത് കാണുമ്പോൾ അവളെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പതിയെ പാട്ട് കേട്ട് രണ്ടുപേരും ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നു. ഈ ഒരു സമയം മാക്സ് താൻ ഫെർണയെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന കാര്യം ജൂനോയെ അറിയിക്കുമ്പോൾ ജൂനോ ആകെ ഷോക്കാവുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞിനെ പറഞ്ഞുവിടുമെന്നാണ് ജൂനോ ചിന്തിക്കുന്നത്. എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയാൽ എന്തായിരിക്കും അതിന്റെ ഭാവി എന്നെല്ലാം അവൾ ആശങ്കപ്പെട്ട് മാക്സിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്ന സമയം ഫെർണ അങ്ങോട്ടേക്ക് എത്തുന്നു. ആകെ കരഞ്ഞ് ബഹളം വെച്ച് നിൽക്കുന്ന ജൂനോയെ കാണുന്ന ഫെർണ കാര്യം തിരക്കുമ്പോൾ മാക്സ് തനിക്ക് ഒരു ദത്തെടുപ്പിനെ പറ്റിയും ഇപ്പോൾ അച്ഛനാകുന്നതിനെ പറ്റിയൊക്കെ ഇനിയും ആലോചിക്കാൻ സമയം വേണമെന്നെല്ലാം പറയാണ്. പക്ഷെ ഫെർണയ്ക്ക് ഈ കുഞ്ഞിനെ വേണം. ജൂനോ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് നിലപാടിൽ എങ്ങനെ കുഞ്ഞിനെ ദത്ത് നൽകുമെന്ന ചിന്തയിലുമാണ്. അവൾക്ക് ആകെപ്പാടെ ടെൻഷൻ ആകുന്നു. ഫെർണ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അത് കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന അവൾ കുറെ നേരം വീട്ടിൽ പോകാതെ റോഡ് സൈഡിലൊക്കെ മറ്റും കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. പിന്നീട് അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ കിച്ചണിൽ ഇരിക്കുന്നത് കാണുന്നു. അവൾ അച്ഛന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല അച്ഛ. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ഇപ്പോഴേ എന്റെ കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നവരും വേർപിരിയാൻ പോവുകയാണെന്ന്. ഞാനും പോളിയും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറയാം. എന്നെല്ലാം അവൾ മനുഷ്യരുടെ ബന്ധങ്ങളെ പറ്റി, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് തുടങ്ങിയ ആ ഒരു ബന്ധങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛൻ അവളെ ഉപദേശിക്കുന്നു. ബന്ധങ്ങൾ തകരുന്നതും പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതും പ്രശ്നമുള്ള കാര്യമല്ല. ശരിയല്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അത് നല്ലതാണ്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക എന്നതാണെന്ന് തുടങ്ങി കുറച്ച് ഉപദേശം അച്ഛൻ പറയുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് പെട്ടെന്ന് പോളിയെ കാണാൻ തോന്നുന്നു. അവൾ പോളിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവനാണ് അവളുടെ കൂടെ ഉണ്ടാവേണ്ടത് എന്ന തോന്നലുണ്ടാകുന്ന അവൾ അവനെ കാണാനായി പോകുന്നു. അവൾ നേരിട്ട് പോളിയുടെ മുന്നിൽ പോകാതെ അവന്റെ മെയിൽ ബോക്സ് നിറയെ അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ടിക് ടാക്ക് ഫില്ല് ചെയ്യുന്നു. പിന്നീട് മെയിൽ ബോക്സ് തുറന്ന് ഇത് കാണുന്ന അവന് ഇത് ജൂനോ ചെയ്തതാണെന്ന് മനസ്സിലാവുന്നു. അവൻ നേരെ അവളെ കാണാനായി ചെല്ലാണ്. ആ ടൈം അവൾ അവനോട് ജാട കാണിച്ചതിനും അവോയ്ഡ് ചെയ്തതിനും മാപ്പ് ചോദിച്ച് ഒരു ചാൻസും കൂടി തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും ഇവളോട് ഉള്ളിൽ ഇഷ്ടമുള്ള അവൻ അങ്ങനെ അവളുമായി ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജൂനോയ്ക്ക് പ്രസവ വേദന വരുന്നു. അവൾ അങ്ങനെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. അവൾ പക്ഷേ ഈ ഒരു കാര്യം പോളിയോട് പറഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ ദിവസം ഇവന് ഒരു പ്രധാനപ്പെട്ട റേസ് ഉണ്ടായിരുന്നു. റേസിൽ അവൻ വിജയിക്കുന്നുണ്ട്. പക്ഷെ കാണികളുടെ കൂട്ടത്തിൽ ജൂനോയെ കാണാതെ സംശയം തോന്നുന്ന പോളി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും പ്രസവം കഴിഞ്ഞ കാര്യം മനസ്സിലാവുകയാണ്. അവൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. പക്ഷെ കുഞ്ഞിനെ ദത്ത് നൽകുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലായിരുന്നു ജൂനോ. ജൂനോയുടെ കുഞ്ഞിനെ ദത്തെടുക്കുന്നത് ഇപ്പോൾ മാക്സിന്റെ ഭാര്യയായ ഫെർണയല്ല, മാക്സിൽ നിന്ന് വേർപെട്ട് ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താനായി തീരുമാനിച്ചിരിക്കുന്ന ഫെർണയാണ്. അങ്ങനെ ഫെർണയുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞൊരു പുതിയ കൂട്ടായി വരുന്നു. ഇതേ ടൈം പോളിയും ജൂനോയും അവരുടെ റിലേഷൻ വളരെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു കഥ അങ്ങനെ ഹാപ്പിയായി ഇവിടെ അവസാനിക്കുന്നു. ഇതിലെ ജൂനോ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പിന്നീട് തന്റെ ഐഡന്റിറ്റി ഒരു പുരുഷന്റേതാണ് എന്നറിയിച്ച ഒരു ട്രാൻസ്ജെൻഡറായി മാറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് നോമിനേഷനും ഫിലിം കരിയറിൽ ആദ്യമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിക്കും എന്ന ആ ഒരു കുഞ്ഞു വലിയ കാര്യമാണ് എനിക്ക് ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. കൂടാതെ ടീനേജേഴ്സുമായി റിലേറ്റഡ് ആയ ചിത്രമായതുകൊണ്ട് തന്നെ ഇത് ഒരു സോഷ്യൽ റെലവന്റ് ചിത്രം കൂടിയാണ്. പിന്നെ സിനിമ കാണുമ്പോൾ സിനിമയല്ല ജീവിതം എന്ന ഓർമ്മയും കൂടി ഉണ്ടാകണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.